Hello, good evening everyone. Welcome to OET Speaking Speculation Live. This is me, Richa Caroline, joining you from Nidus Academy. So yes, after a very short break, I'm back with the OET Speaking exam model card discussions for you guys. So yes, I hope all of you are staying safe and healthy and your preparation is going well as well. So yes, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഒരു രണ്ടാഴ്ച we did not have a live for speaking speculation because I was personally not feeling well. അതുകൊണ്ടായിരുന്നു. So we are back here with the very recent exam model card discussions for you guys. അപ്പോൾ ഈ കാർഡിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു എക്സാം മോഡൽ പാറ്റേൺസ് പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കുറച്ച് നമുക്ക് എന്താ പറയുക എക്സാമിനോടുള്ളൊരു ഭയം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺസേൺ, അതായത് നമ്മൾ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിന് ഒരു വ്യക്തിയുടെ മുന്നിലിരുന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു കാരണമുള്ളത് കൊണ്ട് തന്നെ, പിന്നെ അത് മാത്രമല്ല ഇംഗ്ലീഷ് എല്ലാവർക്കൊന്നും അത്ര, നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അത്ര ഒരു കൺവീനിയൻറ്റ് ലാംഗ്വേജ് അല്ലാത്തത്. ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഈസ് നോട്ട് കൺവീനിയൻറ്റ് ഫോർ എവറി വൺ എന്നല്ല, പക്ഷേ എന്നാൽ പോലും കുറേ അധികം ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ലാംഗ്വേജ് കൂടിയാണ്. അപ്പോൾ നമുക്ക് അത്ര വശമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഭാഷ മറ്റൊരാളുടെ മുന്നിൽ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടെൻഷനും അതുപോലെ തന്നെ പറയാനായിട്ട് കുറേ ഇഷ്യൂസും ക്ലാരിറ്റി ഇഷ്യൂസും കൺഫ്യൂഷൻസും ഒക്കെ ഡെവലപ്പ് ആക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ഒരു എക്സാമാണ്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് നമ്മുടെ സ്പീക്കിംഗ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാവരും എപ്പോഴും ഇപ്പം നിങ്ങൾ 1-to-1 സെഷൻസ് ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ട്രെയിനേഴ്സ് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ സംസാരിച്ച്, ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു നെർവസ്നെസ് ആ ഒരു ടോണിൽ കേൾക്കാം, നിങ്ങൾ ടെൻസ്ഡ് ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള ഫീഡ്ബാക്ക് എന്താണെങ്കിലും നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ, or you can start speaking, your 5 minutes starts now എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഒരു റോൾ പ്ലേ തുടങ്ങാനായിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷൻ, ഓക്കെ, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, ഇതെല്ലാം കൂടെ 5 മിനിറ്റിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് എടുക്കുന്ന ഒരു ടെൻഷൻ, സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റിപ്പോയാൽ അയ്യോ അത് തെറ്റിപ്പോയല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയാൽ അയ്യോ അത് വിട്ടുപോയല്ലോ, ഇങ്ങനെ ടെൻഷൻ അടിക്കാനായിട്ടാണെങ്കിൽ 100 എക്സ്പ്ലനേഷൻസ് നമുക്ക് വരും അല്ലേ, പല രീതിയിൽ നമുക്ക് ടെൻസ്ഡ് ആവാം. അപ്പോൾ ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു നെർവ് റാക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം? കുറേയൊക്കെ നിങ്ങൾ ചിന്തിച്ച് എടുക്കുന്നതാണ് കേട്ടോ. കുറേയൊക്കെ നിങ്ങൾ അയ്യോ അവരെന്ത് വിചാരിക്കും, എനിക്ക് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരെന്ത് വിചാരിക്കും, ഒന്നും വിചാരിക്കാനില്ല. നിങ്ങളൊരു തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കുന്നൊരു കാര്യം, നിങ്ങൾക്ക് തെറ്റ് കൂടാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, 0 മിസ്റ്റേക്സ് ആണോ എന്ന് അസസ് ചെയ്യുന്നൊരു ഇതല്ല. വാട്ട് ഐ എം സേയിങ് ഇസ്, നിങ്ങൾ തെറ്റുകൾ വന്നാൽ അതിൻ്റേതായിട്ടുള്ള ഓവറായിട്ട് ഒരുപാട് മിസ്റ്റേക്സുകൾ വന്നാൽ യെസ് നിങ്ങളുടെ സ്കോറിൽ ആ ഒരു കാര്യം റിഫ്ലക്റ്റ് ആവും, വിച്ച് ഈസ് ട്രൂ. ഐ ടോട്ടലി അഗ്രി, ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്, ഐ സെക്കൻഡ് ദാറ്റ്. ബട്ട് ദ പോയിന്റ് ഓക്കെ, നിങ്ങൾ ഒരു മിസ്റ്റേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് വന്നു, ആ മിസ്റ്റേക്ക് നിങ്ങളും അവിടെ വെച്ച് റിയലൈസ് ചെയ്തു, നിങ്ങൾ ഭയങ്കര ക്ലിയറായിട്ട് മിസ്റ്റർ ഡേവിഡ് വാട്ട് ഐ മീൻ ഇസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മിസ്റ്റർ ഡേവിഡ് ഐ എം സോറി വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. ഓക്കെ, നിങ്ങൾ ആ ഒരു അയ്യോ മിസ്റ്റേക്സ് ഒന്നും വരാതെ സംസാരിക്കണം എന്നുള്ള ആ ഒരു ഫസ്റ്റ് ഒരു മിത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് നിങ്ങൾ ഇംപ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം അതെടുത്ത് മാറ്റാം. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് വാട്ട് വി നീഡ്. നമുക്ക് വേണ്ടുന്നത് ഓക്കെ ഞാൻ സംസാരിച്ച് പോകുമ്പോഴും എൻ്റെ കോൺവെർസേഷണൽ ക്വാളിറ്റി, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിലുള്ള കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഇതിനൊക്കെയാണ് സ്കോർ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപാട്, അല്ലെങ്കിൽ ഒത്തിരി ബെറ്റർ ആയിട്ട് തന്നെ ചെയ്യണം, ഒരു നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നിങ്ങൾ കോമൺ ആയിട്ട് ഇപ്പം നിങ്ങളൊരു 10 കാർഡ് എടുത്ത് നോക്കിയാലും ആ 10 കാർഡിലെ ടാസ്കുകൾ അല്ലെങ്കിൽ ചെയ്യുന്ന രീതികൾ നിങ്ങളൊന്ന് അസസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ നോട്ടീസ് ദാറ്റ് കുറേ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഓക്കെ, ഇപ്പോൾ വേദനയുണ്ടോ, പെയിൻ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാത്ത കാർഡുകൾ ഉണ്ടാവില്ല അല്ലേ. ഒരു 100% നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 75 to 80% എന്താണ് പെയിൻ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് കാർഡുകൾ ഉണ്ടാവും. ഓൺസെറ്റ് സിംറ്റംസിനെ പറ്റി ക്വസ്റ്റ്യൻസ് ഗ്യാദർ ചെയ്യുന്ന ടാസ്കിൽ ഓൺസെറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ?
ഇത് നിങ്ങളിപ്പോൾ ഒരു ഇഞ്ചുറി ആയിട്ട് വന്ന ഒരാളാണെങ്കിലും, ഒരു പനിയാണെങ്കിലും, അയാൾക്കിപ്പോൾ ഒരു റാഷസിൻ്റെ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും, അലർജിക് റിയാക്ഷൻ ആണെങ്കിലും, എന്താണെങ്കിലും നിങ്ങൾ ഓൺസെറ്റ് എന്ന് പറയുന്നൊരു കാര്യം ചോദിക്കുന്നൊരു രീതിയുണ്ട് അല്ലേ. ഇനി പ്രീവിയസ് ഒക്കറൻസ് ഉണ്ടായിട്ടുണ്ടോ, സോഷ്യൽ ഹാബിറ്റ്സിനെ പറ്റി ചോദിക്കുന്നു, ഈറ്റിംഗ് ഹാബിറ്റ്സിനെ പറ്റി ചോദിക്കുന്നു. ഇതെല്ലാം എന്താണ്, കോമൺലി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺസ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളോടിപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു കാർഡിൽ വരാൻ സാധ്യതയുള്ള ടാസ്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസിലി പറയാനായിട്ട് സാധിക്കും. ഇത്രയും നാളും ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇൻഫർമേഷൻ ഗ്യാദറിങ് ടാസ്കുകൾ വരാം. അത് ചിലപ്പോൾ സിംറ്റംസിനെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറീനെ പറ്റിയിട്ടായിരിക്കാം, ഫാമിലി ഹിസ്റ്ററി, പ്രീവിയസ് ഒക്കറൻസസ്, ഡ്യൂറേഷൻ, ഫ്രീക്വൻസി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടുവരുന്നത് ഒരു ഇൻഫർമേഷൻ ഗ്യാദറിങ് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് 3-4 ടാസ്ക് ആയിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അങ്ങനെ വരാം. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതാവാം. കണ്ടീഷൻ മാത്രമല്ല, നമ്മൾ അങ്ങോട്ടേക്ക് കോസസ് പറഞ്ഞു കൊടുക്കുന്നതാവാം. കോസസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നൊരു പാറ്റേൺ അല്ലേ. അപ്പോൾ നിങ്ങൾക്കത് ഫെമിലിയർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം കാർഡ്സ് പ്രാക്ടീസ് ചെയ്യുക. റാൻഡംലി നിങ്ങൾക്ക് അവിടെ ഇവിടെ കിട്ടുന്ന കാർഡുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. വിച്ച് ഈസ് ഗുഡ്, എനിത്തിങ് ക്യാൻ ബി ഹെൽപ്ഫുൾ എന്നുള്ള മാറ്ററാണ് അല്ലേ. പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യത്തിനൊരു ക്വാളിറ്റി ഉണ്ട്. അത് പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ അന്ന് നല്ല കോൺഫിഡൻസോടെ സംസാരിക്കാൻ പറ്റും. കാരണം ഐ ഹാവ് പേഴ്സണലി സീൻ ദ കോൺഫിഡൻസ് ലെവൽ ഓഫ് മൈ സ്റ്റുഡൻസ് വെൻ ഐ ഗീവ് ദം എ കാർഡ് ആൻഡ് വെൻ ദർ ഫെമിലിയർ വിത്ത് ദ കോൺസെപ്റ്റ്. ആ പർട്ടിക്കുലർ കാർഡിൻ്റെ പാറ്റേണോ അല്ലെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കാർഡ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതാ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഭയങ്കര വലിയൊരു കോൺഫിഡൻസാണ് അവിടെ കാണാൻ പറ്റുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഇത്രയും നാൾ കാണാത്തൊരു പാറ്റേൺ കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താ, ഇതങ്ങനെയാണോ, ഇതിങ്ങനെയാണോ, ഇതിപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടേ, മറ്റതാണോ മറിച്ചതാണോ, അപ്പോൾ ആ ടെൻഷൻ വരുന്നതും കംപ്ലീറ്റ് കോൺഫിഡൻസും അതും ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ ഇങ്ങനെ സ്ലൗച്ച് ചെയ്ത് പോകുന്നതും വിസിബിളാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന നല്ലൊരു കാർഡാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പറയുമ്പോൾ ഞാൻ ആ ടോപ്പിക് അല്ല, അസുഖമോ കാര്യങ്ങളോ അല്ല, പാറ്റേൺ, അതിൻ്റെ സ്ട്രക്ചർ, ഇൻഫർമേഷൻ ഗ്യാദറിങ്, കോഴ്സസ് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു, സജഷൻ കൊടുക്കുന്നു, നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നു, നെക്സ്റ്റ് സ്റ്റെപ്പിന് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു, റീഅഷ്യൂർ കാണുമ്പോൾ ഈ ഫ്രേസ് പറയാൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ നിങ്ങൾ ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാവും സംസാരിക്കുമ്പോൾ. ട്രസ്റ്റ് മീ, ഓക്കെ, യു വിൽ ഡെഫിനറ്റ്ലി സീ ദി ഡിഫറൻസ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ ടാസ്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ ടാസ്കിൽ നിന്ന് ഈ ടാസ്കിലേക്ക് പോകേണ്ട ട്രാൻസിഷൻ ഇതാണ്, ട്രാൻസിഷൻ എനിക്ക് ഇന്നിന്ന രീതികളുണ്ട്, അതിലേതെങ്കിലും എനിക്ക് പിക്ക് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നത്തിങ് ഇസ് സ്റ്റോപ്പിങ് യു. ഓക്കെ, യു ക്യാൻ സ്പീക്ക്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ എന്ന് പറയുന്നൊരു കാര്യം സ്പീഡ് കൺട്രോൾ ചെയ്യുക. ആരാ കൺട്രോൾ ചെയ്യുക? നിങ്ങളെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് സമൺ എൽസ് ക്യാൻ കൺട്രോൾ ഇറ്റ് ബൈ എ സ്വിച്ച് ഓർ എനിത്തിങ്. സ്പീഡ് കൂടുതലാണെന്നൊരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ സംസാരിക്കുമ്പോൾ വേഗത കൂടി പോകുന്നുണ്ട്, അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം, ഒന്ന് പതുക്കെ പോകണം, ഒന്ന് ചവിട്ടി പിടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ആര് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. വോയിസ് മോഡുലേഷൻ, കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് സംസാരിക്കണം, കുറച്ചുകൂടെ ടോൺ ഡൗൺ ചെയ്ത് സംസാരിക്കണം, ധൃതി കാണിക്കരുത്. ഇതൊക്കെ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ബാക്കി ഓർഗനൈസേഷനാണ് വരുന്നത് നിങ്ങളുടെ ഒരു 70 to 80%. 20% മാത്രമാണ് നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷൻ സൈഡ് വരെ. കാരണം നല്ല രീതിയിൽ ഒരു ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ ബാക്കി അത് പൊളൈറ്റായിട്ട് ഭയങ്കര കോൺഫിഡൻസോടെ ഒരു ചിരിയോട് കൂടിയൊക്കെ സംസാരിക്കാനായിട്ട് ഇറ്റ് വുഡ് ബി റിയലി ഈസി ഫോർ യു. അപ്പോൾ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദി എൻറ്റയർ പോയിന്റ് ഐ എം ട്രൈങ് ടു സേ ഇസ് നിങ്ങൾ എക്സാം മോഡൽ കാർഡ്സ് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി എവിടെ നിന്നാണ് ഈ എക്സാം മോഡൽ കാർഡ്സ്? പേടിക്കേണ്ട, നമ്മുടെ സ്പീക്കിംഗ് സ്പെക്കുലേഷൻ ലൈവിലും സ്പീക്കിംഗ് ക്ലബിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെയാണല്ലേ. റീസെൻറ്റ് എക്സാം മോഡൽ കാർഡ്സിൻ്റെ അതേ പാറ്റേണിലുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും രീതികളും ഒക്കെ ഉള്ള കാർഡുകൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡിസ്കഷൻസ് ആണ് നമ്മുടെ സ്പീക്കിംഗ് സ്പെക്കുലേഷൻ ലൈവിലായിക്കോട്ടെ, സ്പീക്കിംഗ് ക്ലബിലായിക്കോട്ടെ, നമ്മുടെ ക്ലാസ്സസിലായിക്കോട്ടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യു ഡു നോട്ട് ഹാവ് ടു വറി അബൌട്ട് വെയർ ടു ആക്സസ് ദീസ് മെറ്റീരിയൽസ്. ഓൾറൈറ്റ്, ഓക്കെ, സോ ഹാവിങ് സെഡ് ദാറ്റ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടുഡേയ്സ് മെറ്റീരിയൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പേഷ്യൻസ് ഹോം സെറ്റിംഗ് ആണ്. ആൻഡ് ദ പേഷ്യൻ്റ് ഇസ് എ 72-year-old. യു ക്യാൻ സീ ദ കാർഡ് റൈറ്റ് നൗ.
72-year-old ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. പേഷ്യൻറ്റിന് സെപ്സിസ് ആയിരുന്നു. ദ പേഷ്യൻ്റ് ഈസ് കറൻ്റ്ലി റിക്കവറിങ് ഫ്രം ഇറ്റ്. 3 days ago ആഫ്റ്റർ 1 month ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ. 1 മാസത്തോളം ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. 3 ദിവസം മുന്നെയാണ് അവർ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും പേഷ്യൻ്റെ വീട്ടിലേക്ക് പോയി പേഷ്യൻറ്റിൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളും അസസ് ചെയ്യുന്നു. പക്ഷേ മെയിൻലി നിങ്ങളുടെ പേർപ്പസ് ഓഫ് വിസിറ്റ് അവരുടെ വൂണ്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഫസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടാസ്ക് നോക്കുകയാണെങ്കിൽ കൺഫേം റീസൺ ഫോർ യുവർ വിസിറ്റ്, വൂണ്ട് മാനേജ്മെൻറ്റ് ആഫ്റ്റർ സെപ്സിസ്. സെപ്സിസിന് ശേഷമുള്ള നിങ്ങളുടെ വൂണ്ട് മാനേജ്മെൻറ്റിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടാസ്കിന് ഒരു പോയിന്റ് കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻ്റ് ഹാസ് ബീൻ സിൻസ് ഡിസ്ചാർജ്. ഡിസ്ചാർജിൻ്റെ അന്ന് മുതൽ, സിൻസ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? എന്ന് ഡിസ്ചാർജ് ആയോ അന്ന് മുതൽ അവരെങ്ങനെയുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ ഉള്ളപ്പോൾ അവരെങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലേ. യു ഹാവ് ബീൻ ടേക്കിംഗ് കെയർ ഓഫ് ദ പേഷ്യൻ്റ്. അപ്പോൾ അത് കുറച്ച് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അപ്പോൾ സിൻസ് ഡിസ്ചാർജിൻ്റെ അന്ന് മുതൽ എങ്ങനെയുണ്ട്, മൊബിലിറ്റിയൊക്കെ ഓക്കെയാണോ, ഫറ്റീഗ്, ഓവർ ടയർഡ്നെസ്സോ എക്സേഷനോ എന്തെങ്കിലും ഉണ്ടോ, ആപ്പറ്റൈറ്റ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളതാണ് കേട്ടോ. സോ ഇതാണ് നിങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ വായിച്ച സെറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ഫസ്റ്റ് ടാസ്ക്, ഇത്രയും ഡീറ്റെയിൽ വെച്ചാണ് നമ്മൾ എന്ത് ഫിഗർ ഔട്ട് ചെയ്യുന്നത്. ഇതൊരു നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ റോൾ പ്ലേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തായിരിക്കണം നിങ്ങളുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ 3 കാര്യങ്ങളിൽ നിന്നാണ്. അതല്ലാതെ പേഷ്യൻസ് ഹോമാണ് അപ്പോൾ ഇതായിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി തീരുമാനം എടുക്കരുത്. സെറ്റിംഗ് എന്ന് പറയുന്നത് എവിടെയാണ് ഈ കോൺവെർസേഷൻ നടക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി തരുന്ന ഒരു എലമെൻറ്റ് മാത്രമാണ്. അതല്ലാതെ ഇത് നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് തരുന്ന എലമെൻ്റ് അല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് ഹോമാണ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ തന്നിരിക്കുകയാണ്. നിങ്ങൾ അവിടെ ഒരു അവയർനെസ് പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. ഇതൊന്നും അല്ല കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് മെൻഷൻ ദാറ്റ് ആസ് പാർട്ട് ഓഫ് a recent government's awareness program you are visiting the houses of different people or in a community to spread awareness about flu. അതെന്ത് കേസായിട്ട് എടുക്കണം? പേഷ്യൻ്റ് ഹോം എന്ന് പറഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നമുക്കത് ഏത് കേസായിട്ട് എടുക്കാൻ പറ്റില്ല? നോൺ കേസായിട്ട് എടുക്കാൻ പറ്റില്ല അല്ലേ. സ്വാഭാവികമായിട്ട് അത് അൺനോൺ കേസാണ്. കാരണം അവിടെ ജസ്റ്റ് അവയർനെസ് കൊടുക്കാനായിട്ട് നമ്മൾ ചെന്നു എന്നേ പറയുന്നുള്ളൂ. ആ പേഷ്യൻ്റ് നമ്മുടെ പേഷ്യൻ്റ് ആയിരുന്നു എന്നോ, ആ പേഷ്യൻ്റ് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടെന്നോ, പേഷ്യൻ്റ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നുവെന്നോ, അവരുടെ റിക്കവറി നോക്കാൻ പോയതാണെന്നോ, ഡ്രസ്സ് ചെയ്യാൻ പോയതാണെന്നോ ഒന്നും തന്നിട്ടില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് മെൻഷൻഡ് അവയർനെസ് കൊടുക്കാൻ പോകുന്നു. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരിക്കലും സെറ്റിംഗ് കണ്ടുകൊണ്ട് ഇത് നോൺ കേസാണ് അല്ലെങ്കിൽ അൺനോൺ കേസാ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു റീഡ് ത്രൂ ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. ഓക്കെ, ഇനിയിപ്പോൾ കമ്മിങ് ടു ദിസ് പോയിന്റ്, നിങ്ങൾ അവിടെ ആദ്യമായിട്ട് വീട്ടിൽ പോകുന്നതായിരിക്കാം. പേഷ്യൻറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ എൻ്റെ പേഷ്യൻ്റെ പേര് മാരിസോൾ എന്നാണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ മാരിസോളിന് ഇന്ന അസുഖമാണ്. ഞാൻ കണ്ടിട്ടില്ല മാരിസോളിനെ, പക്ഷേ എൻ്റെ കയ്യിലൊരു റിപ്പോർട്ട് തന്നിട്ട് ഡോക്ടർ പറയാം ഈ പേഷ്യൻ്റ് ഇവിടെ സെപ്സിസിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു, അവർ ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ പേഷ്യൻറ്റിനെ ഒന്ന് നോക്കണം, അവരുടെ വൂണ്ടൊക്കെ ഡ്രസ്സ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞു ഓക്കെ ശരി ഞാൻ പോവാം. നിങ്ങൾ പോകുന്നു. Okay, so you know that your patient's name is Marisol. You know that she has been under the treatment for sepsis and she's recovering. She had been under the treatment for 1 month and now it's been 3 days since her discharge. Ee details ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് because there is a report. അപ്പോൾ പേഷ്യൻ്റ് നോൺ കേസാണ്, പക്ഷെ നിങ്ങൾക്ക് നോൺ അല്ല. ഇറ്റ്സ് എ നോൺ കേസ്. ഇൻ ജനറലി നമ്മൾ നോക്കുമ്പോൾ അത് നോൺ കേസാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെന്നിട്ട് നിങ്ങൾ ആരാണെന്നും നമ്മൾ സംസാരിക്കുന്നത് മാരിസോളിനോടാണെന്നും ഉള്ള കാര്യം വെരിഫൈ ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് തന്നിരിക്കുകയാണ് യുവർ പേഷ്യൻ്റ് ഇറ്റ് ഗോട്ട് ഡിസ്ചാർജ്ഡ് എന്നോ, അല്ലെങ്കിൽ യു ഗോയിങ് ടു ദ ഹൗസ് ഓഫ് എ പേഷ്യൻ്റ് ഹു വാസ് അണ്ടർ യുവർ ട്രീറ്റ്മെൻറ്റ് എന്നോ ഇങ്ങനെയാണ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റുട്ടീൻ വിസിറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വ്യക്തിനെ അറിയാം എന്ന് സൂചിപ്പിക്കുന്ന ഡീറ്റെയിൽസ് അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഹായ് ഗുഡ് ഈവനിങ് ഹൗ ആർ യു ഫീലിംഗ് ടുഡേ എന്നുള്ള രീതിയിൽ ചെയ്തു പോയാൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചിലവർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ദേ വുഡ് ഓൾവേസ് റിമെമ്പർ യു. റുട്ടീൻ ആണെങ്കിൽ വേണ്ട കേട്ടോ. കാരണം റുട്ടീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ സ്ഥിരമായിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് റുട്ടീൻ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുക ഹി വാസ് അണ്ടർ യുവർ കെയർ
ആയിരുന്നു, നിങ്ങളുടെ പേഷ്യൻ്റ് ആയിരുന്നു ജസ്റ്റ് മെൻഷൻഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ആ കേസിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെന്നിട്ട് വേണേൽ പറയാം. സോ ഹായ് ഗുഡ് ഈവനിങ് മിസ് മാരിസോൾ, ഐ ഹോപ്പ് യു റിമെമ്പർ മീ, മൈ നെയിം ഇസ്, അല്ലെങ്കിൽ ലെറ്റ് മീ റിമൈൻഡ് യു, മൈ നെയിം ഇസ് റിച്ച്, ഐ വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആൻഡ് ഐ ബീൻ ടേക്കിംഗ് കെയർ ഓഫ് യു വെൻ യു വെർ ദെയർ. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാനായിരുന്നു നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. ഓക്കെ, ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റ് വന്നാൽ ഇതാണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് പ്രീ പ്ലാൻഡ് ആയിരിക്കണം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ഗീവ് യു എ ക്വിക്ക് 3 minutes to go through the entire card and then we will discuss each task one by one. Okay, so over to the 3 minutes preparation time.
Alright, so I hope all of you gone through the card. നമുക്കപ്പോൾ ഓരോ പോയിന്റുകൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. സോ ഐ ഹോപ്പ് യു ഗൈസ് റിമെമ്പർ ഇറ്റ് ആൻഡ് ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ അപ്പോൾ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് ഹോമാണ്. Okay, so we understand that point. It's a patient home. Then 72-year-old patient recovering from sepsis was discharged. So this point tells you this is a known case. Okay, now we need to know what type of known cases is, because there are two types. Just refreshing your memory. We have a known case which is the first category known case, wherein it is the first time conversation. That means you know the patient, but you never had any conversation with him before. നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് അറിയാം ഇന്ന പേഷ്യൻ്റ് ഉണ്ടെന്നുള്ളത് കേട്ടോ. സെക്കൻഡ് വൺ ഇസ് സെക്കൻഡ് ടൈം കോൺവെർസേഷൻ ഓർ മോർ ദാൻ ദാറ്റ്. ഓക്കെ, രണ്ടാമത്തെ തവണയോ ഒന്നിലധികം തവണ സംസാരിച്ചിട്ടുള്ള കേസാണ് സെക്കൻഡ് ടൈം കോൺവെർസേഷൻ. സോ ഫോർ ദ ഫസ്റ്റ് ടൈം കോൺവെർസേഷൻ യു നീഡ് യുവർ സെൽഫ് ഇൻട്രോ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് പേഷ്യൻറ്റ്. And for second time, you don't need both of this, okay, because you have been speaking to this person, so you know this person, so you do not have to give your self-introduction, but it is optional to remind that who you are. ആരാണ് നിങ്ങളെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിമൈൻഡ് ചെയ്യുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്തായിരിക്കും? ഈ ഫസ്റ്റ് കാറ്റഗറി ആണെങ്കിൽ you will get information like your patient, or you have been taking care of the patient എന്നൊക്കെ തന്നിട്ടുണ്ടാവാം. അതർവൈസ് ഇറ്റ് മൈറ്റ് ബി ഫസ്റ്റ് ടൈം അല്ല, അത് സെക്കൻഡ് ടൈം ആണെങ്കിൽ റുട്ടീൻ വിസിറ്റ്, ജസ്റ്റ് എക്സാമിൻഡ് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ഓൾറെഡി ഹാവ് ബിഫോർ കോൺവെർസേഷൻ പ്രീവിയസ് കോൺവെർസേഷൻ വിത്ത് ദിസ് പർട്ടിക്കുലർ പേഷ്യൻറ്റ്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് കേസായിരിക്കും? ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്തൊക്കെ വേണം എന്നാണ് പറഞ്ഞത്? സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണം, വെരിഫിക്കേഷൻ ഓഫ് പേഷ്യൻറ്റ് വേണം. സോ ലെറ്റ് മീ ജസ്റ്റ് ഷോ യു ദാറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്കിവിടെ മനസ്സിലായി ഫസ്റ്റ് കാറ്റഗറി ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കോൺവെർസേഷൻ ആണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വാട്ട് യു നീഡ് ഇസ് യു നീഡ് ടു ഗ്രീറ്റ്, ആൻഡ് ആഫ്റ്റർ ഗ്രീറ്റിംഗ് യു നീഡ് യുവർ സെൽഫ് ഇൻട്രോ. After your self-intro, you can verify. Okay, and since it is a patient's home, you can ask about the time, like whether it is a good time to talk to this particular patient. And then you can say the purpose of your visit. എന്തിനാണ് നിങ്ങൾ അവിടെ ചെന്നിരിക്കണം എന്നുള്ള കാര്യം അവിടെ പറയാം. ഓക്കെ, സോ ദീസ് ആർ ദി പോയിന്റ്സ്. സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ സ്റ്റാർട്ട് ദിസ്. ഹായ്, ഗുഡ് ഈവനിങ്. മൈ നെയിം ഇസ് റിച്ച്. ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് nurses working in a community health center where you were under treatment for sepsis. So I'm here as advised by the doctor to dress your wound and to discuss wound management for your recovery. So you must be Mr. Marisol, അല്ലെങ്കിൽ you must be Miss Marisol എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 minutesൽ ഡെഫിനറ്റ്ലി you need to ask the name, because known case ആണെന്നുള്ളത് സ്വാഭാവികമായിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. സോ ഇറ്റ്സ് ബെറ്റർ യു ഡു ദാറ്റ്. ഇനി ചോദിക്കാൻ മറന്നു പോയെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഫോർ മൈ വെരിഫിക്കേഷൻ കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം എന്ന് പറഞ്ഞാലും മതി. ബോത്ത് ആർ ഫൈൻ കേട്ടോ. അയ്യോ ഞാൻ പേര് ചോദിക്കാൻ മറന്നു പോയി എന്നും പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. മറന്നു പോയെങ്കിൽ യു ക്യാൻ സിംപ്ലി സേ ഫോർ ദ വെരിഫിക്കേഷൻ കുഡ് യു പ്ലീസ് ഹെൽപ് മീ വിത്ത് യുവർ നെയിം. ദാറ്റ്സ് ഇറ്റ്. Okay, ഇനി coming to the next point, find out how patient has been since discharge. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. I find out എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ അല്ലേ, you can see that here, find out. അതിന് നമുക്ക് എങ്ങനെ മാറ്റാം? I would like to know. How എന്തുണ്ട് അതുപോലെ തന്നെ എടുക്കാം. How patient എന്തായി മാറും? You ആയി മാറും. യു വരുമ്പോൾ ഹാസ് എന്തായി മാറും? ഹാവ് ആയി മാറും. ബീൻ സിൻസ് ഡിസ്ചാർജ് അതേപോലെ തന്നെ യൂസ് ചെയ്താൽ യു ഗോട്ട് എ ഫ്രഷ് ന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഫൈൻഡ് ഔട്ട് എന്തായി മാറ്റി? ഐ വുഡ് ലൈക്ക് ടു നോ. ഹൗ അതുപോലെ തന്നെ എടുത്തു. പേഷ്യൻറ്റിനെ യു ആക്കി മാറ്റി. യു വരുമ്പോൾ ഹാസ് വരില്ല, സോ വിൽ ചേഞ്ച് ദാറ്റ് ടു ഹാവ്. ആൻഡ് ബീൻ സിൻസ് ഡിസ്ചാർജ് അതേപോലെ തന്നെ യൂസ് ചെയ്യുമ്പോൾ ഫ്രഷ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ഐ വുഡ് ലൈക്ക് ടു നോ ഹൗ യു ഹാവ് ബീൻ ഫീലിംഗ് സിൻസ് ഡിസ്ചാർജ്, അല്ലെങ്കിൽ ഹൗ യു ഹാവ് ബീൻ സിൻസ് ഡിസ്ചാർജ്. ഇവിടെ ഒരു പോസ് കൊടുത്താൽ മതി കേട്ടോ. ഹൗ യു ഹാവ് ബീൻ സിൻസ് ഡിസ്ചാർജ്.
അപ്പോൾ ഈ സിൻസിൻ്റെ സ്ട്രെസ് കൊടുത്താൽ മതി. സിൻസ് ഡിസ്ചാർജ് നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്യണം അന്ന് മുതൽ എങ്ങനെയുണ്ടെന്നുള്ള രീതിയിൽ കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു രീതി ചോദിക്കാം. സോ ഹൗസ് യുവർ മൊബിലിറ്റി, എനി ഇഷ്യൂസ് വിത്ത് ഫാറ്റീഗ് ആൻഡ് ഹൗസ് യുവർ ആപ്പിറ്റൈറ്റ് എന്ന് ചോദിക്കാം. ഇനി അങ്ങനെയല്ല സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. ഓക്കെ, ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ന്യൂട്രീഷൻ. അപ്പോൾ അത് എവിടെ നിന്ന് കണക്ട് ചെയ്തതായിരിക്കും? നമുക്ക് ഈ ഗുഡ് ന്യൂട്രീഷനും പ്രീവിയസ് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈസിലി മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഈ ആപ്പിറ്റൈറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഗുഡ് ന്യൂട്രീഷൻ എവിടത്തേക്ക് കണക്റ്റഡ് ആണ്? ഈ ഒരു പോയിന്റിലേക്ക് കണക്റ്റഡ് ആണ്. ഓക്കെ, പ്രിറ്റി മച്ച് അണ്ടർസ്റ്റാൻഡബിൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇമ്പോർട്ടൻസ് എടുത്ത് പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആപ്പിറ്റൈറ്റ് ഇല്ല, ലെസ് ആണ് എന്നുള്ള പോയിന്റ് ആയിരിക്കും അവർ പറയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അത് അക്നോളജ് ചെയ്യണം. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മാരിസോൾ. സോ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് ഓർ ടേക്കിംഗ് എ ഗുഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ്. It will help to aid recovery. Aid is a verb. അപ്പോൾ അതൊരു സെൻറ്റൻസിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ആഡ് ചെയ്താൽ മതി? To. Okay, so you can say it will help to aid recovery. Okay, building up. ഈ building upൻ്റെ ing form cancel ചെയ്യുക and just say and to build. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡ് ഒരു വെർബാണ്, ഹെൽപ്പ് ഒരു വെർബാണ്. അപ്പോൾ ഈ ഹെൽപ്പ് ഉണ്ട്, യെസ്, എയ്ഡ്. ബിൽഡ് ഒരു വെർബാണ്, എയ്ഡ് ഒരു വെർബാണ്. അപ്പോൾ ഈ വെർബിന് മുന്നേ നമ്മൾ എന്താ ആഡ് ചെയ്തേക്കുന്നത്? ടു ആണ്. അപ്പോൾ ആക്ഷൻസിന് മുന്നേ ടു ആഡ് ചെയ്ത് യു ക്യാൻ കണക്ട് ഇറ്റ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ing ഫോമും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ടേക്ക് ഡൗൺ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഫൈൻഡ് ഔട്ട് അബൌട്ട് പേഷ്യൻസ് ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ഇൻടേക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിവിടെ ഈ ഒരു ടാസ്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് മീ ഷോ യു ദാറ്റ്. ഇവിടെ എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക, യു ആർ ഗിവിങ് ഇൻഫർമേഷൻ. നേരെ മറിച്ച് ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് ഔട്ട് അബൌട്ട് പേഷ്യൻസ് ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ഇൻടേക്ക്. ഇങ്ങോട്ട് ഇൻഫർമേഷൻ എടുക്കുക. സോ യു ക്യാൻ സീ ദ ഡിഫറൻസ് ഇൻ ദ സെൻറ്റൻസസ് there അല്ലേ. ഒരെണ്ണം അങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നു, ഒരെണ്ണം ഇങ്ങോട്ടേക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ടോപ്പിക് എന്ന് പറയാം. എന്താ പറയുക? ചേഞ്ച് ഇൻ ടോപ്പിക്. ഇതൊരു ടാസ്കിൽ തന്നെ വരാം, അല്ലെങ്കിൽ ഒരു ടാസ്കിൽ നിന്ന് അടുത്ത ടാസ്കിലേക്ക് പോകുമ്പോൾ ഉള്ള രീതിയിലും വരാം കേട്ടോ. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ടോപ്പിക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സൈൻ പോസ്റ്റിംഗ്. ദിസ് ഇസ് എ മസ്റ്റ്. ഇതൊരു മസ്റ്റ് കാര്യമാണ്. പലപ്പോഴും സ്റ്റുഡൻസ് വിട്ടുപോകുന്നൊരു എലമെൻറ്റ് കൂടിയാണ് സൈൻ പോസ്റ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരു ചേഞ്ച് ഇൻ ടോപ്പിക് വരുമ്പോൾ നമ്മൾ പറയണം, ഇനി ഇതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് മാത്രമേ അടുത്ത പോയിന്റിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ വൺസ് യു എക്സ്പ്ലെയിൻ ദിസ് പോയിന്റ് ആൻഡ് ടു ബിൽഡ് അപ്പ് യുവർ സ്ട്രെങ്ത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോസ് കൊടുത്തിട്ട് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അയാൾ പറഞ്ഞു യെസ് ദാറ്റ്സ് ക്ലിയർ ടു മീ. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലേക്ക്. ഓക്കെ, സോ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. I have a question ആണ് എന്ത്? സൈൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. I have a question. Can you please tell me about your food and fluid intake? Okay, like അല്ലെങ്കിൽ നമുക്ക് പറയാം I would like to ask you some questions about your food and fluid intake. What is the amount of food that you eat in a day? ഈ ഒരു എമൗണ്ടിനെ വേണമെങ്കിൽ ഹൗ മെനി ടൈംസ് ഡു യു ഈറ്റ് ഇൻ എ ഡേ എന്ന് ചോദിക്കാം. ഹൗ മെനി മീൽസ് ഡു യു ഈറ്റ് ഇൻ എ ഡേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആൻഡ് ഫ്രീക്വൻസിയും അത് തന്നെ, ഹൗ മെനി ടൈംസ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം. സോ വാട്ട്സ് ദ എമൗണ്ട് ഓർ ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ്. ഇനി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ചിലർ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഡു യു ഹാവ് ഓർ ഫോളോ പോർഷൻ കൺട്രോൾ. ഈ പോർഷൻ കൺട്രോളാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സജഷൻ എന്താണ്? പോർഷൻ കൺട്രോൾ എന്നുള്ളതാണ് നമ്മുടെ സജഷൻ വരിക. അപ്പോൾ അതുകൊണ്ട് ആ പോർഷൻ കൺട്രോൾ ഉണ്ടോ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഫ്രീക്വൻസിയാണ് എന്ത്? എത്ര മീൽസ്, ഹൗ മെനി ടൈംസ് ഡു യു ഈറ്റ് ഇൻ എ ഡേ, അല്ലെങ്കിൽ ഹൗ മെനി മീൽസ് ഡു യു ഹാവ് ഇൻ എ ഡേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. സോ ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ ഡു ഇറ്റ്സ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം വി ക്യാൻ സേ താങ്ക് യു ഫോർ ആൻസറിങ് മൈ ക്വസ്റ്റ്യൻ. സോ ബേസ്ഡ് ഓൺ വാട്ട് യു ടോൾഡ് മീ ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു സം ഡയറ്റ് സജഷൻസ്. പ്രൊവൈഡ് എന്തായി? ഗീവ് ആയി. അപ്പോൾ ഇവിടെ അയാൾ തന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ സജഷൻ കൊടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബേസ്ഡ് ഓൺ your points, അല്ലെങ്കിൽ based on what you told me, I would like to give some diet suggestions. It's important to have a portion control, by which
I mean. This is a good usage. ഈ by which ആണ് എന്ത് portion control എന്ന് ഞാൻ പറഞ്ഞില്ലേ. Okay. So what you can do is, it's important to have a portion control by which, അതായത് portion control കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, I mean ആണ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, eat little but often. Eat little quantity but often. കുറച്ച് കഴിക്കുക പക്ഷെ ഒരുപാട് തവണ കഴിക്കുക. Okay. Preferred foods. Okay, you can eat your preferred foods but maintain the portion control. And also it is important to include high nutritional, high calorie foods. High nutritional, high calorie foods. Also add supplemental nutrition drinks in your diet. Also add supplemental nutrition drinks in your diet. ഇത്രയും പറഞ്ഞിട്ട് ചോദിക്കാം, വിൽ യു ബി ഏബിൾ ടു ഡു ദാറ്റ്? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ പേഷ്യൻ്റ് പറയും ഓക്കെ അത് കുഴപ്പമില്ലല്ലോ ചെയ്യാം എന്ന് പറയുമ്പോൾ അടുത്ത പോയിന്റ് എന്താ, എക്സ്പ്ലോർ അതർ സിംറ്റംസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടെങ്കിൽ, അത് ഈ ടാസ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം, ഇവിടെ ഡയറ്റ് സജഷൻസ് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, ഇതെന്താ എക്സ്പ്ലോർ അതർ സിംറ്റംസ് ഇങ്ങോട്ടേക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തായിരുന്നു നേരത്തെ പഠിച്ചത്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചേഞ്ച് ഇൻ ടോപ്പിക്ക് വരുവാണെങ്കിൽ യു നീഡ് ടു സൈൻ പോസ്റ്റ്. അപ്പോൾ ഇവിടെ സൈൻ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയണം? സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. സോ നൗ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് വെദർ യു ഹാവ് എനി അതർ സിംറ്റംസ്. സോ ഡിഡ് യു ഹാവ് എനി ഫീവർ റീസെൻ്റ്ലി? അടുത്തെങ്ങാനും പനി വന്നായിരുന്നോ എന്നുള്ള രീതി ചോദിക്കാം. ഡിഡ് യു ഹാവ് എനി ഫീവർ? ഡിഡ് യു ഹാവ് ഫീവർ റീസെൻ്റ്ലി എന്നുള്ളത് ചോദിക്കാം. സ്വെല്ലിംഗ്, സ്ലീപ്പിംഗ്. ഓക്കെ, സോ ആ 2 പോയിൻറ്റ്സ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് ചോദിക്കാം. സോ ഡിഡ് യു നോട്ടീസ് എനി സ്വെല്ലിംഗ്? എന്തെങ്കിലും സ്വെല്ലിംഗ് നിങ്ങൾ നോട്ടീസ് ചെയ്തോ? ഡിഡ് യു നോട്ടീസ്? Did you notice any swelling? Okay. ഇനി swelling ഉണ്ടോ എന്ന് വേണമെങ്കിൽ do you have swelling എന്നും ചോദിക്കാം. Do you have swelling? Sleeping. Do you sleep well at night? This is fine. Do you sleep well at night? Do you get sound sleep? ഇതൊക്കെ ഓക്കെയാണ് കേട്ടോ. ദീസ് ആർ ഓൾ ഫൈൻ. സൗണ്ട് സ്ലീപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഗാഡ് നിദ്ര എന്നൊക്കെ പറയത്തില്ലേ, ദാറ്റ് ഇസ് വാട്ട് ഈസ് ഇറ്റ്. അതായത് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ പേഷ്യൻ്റ് പറയും, അതിനുള്ള മറുപടികളൊക്കെ കിട്ടുമ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ആൻസറിങ് ടു മൈ പോയിൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ടാസ്കിൽ കാണാം നമ്മൾ ഫാറ്റീഗിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ടയേർഡാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതർ സിംറ്റംസിൽ അവർ പറയാം. അപ്പോൾ നമുക്ക് പറയും, വെൽ താങ്ക് യു ഫോർ ആൻസറിങ് ഓൾ മൈ ക്വസ്റ്റ്യൻസ്. സോ ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് ക്ലിയർ. ദിസ് ഇസ് അനദർ പോയിൻറ്റ് കേട്ടോ. ജസ്റ്റ് making it clear. Or statement wala, okay? Just making it clear. Marisol, the fatigue that you're experiencing right now, it's quite normal. And please remember, your recovery is going to be slow and a gradual process. So please be patient എന്നുള്ള രീതി പറയാം. അല്ലെങ്കിൽ പ്ലീസ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ്ലി ടു എയ്ഡ് റിക്കവറി. ഇവിടെ നമുക്ക് ഒരു വാക്ക് കിട്ടിയായിരുന്നല്ലോ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, എയ്ഡ് റിക്കവറി ഉണ്ട്. അപ്പോൾ അതെടുത്ത് പറയാം. ഫൈൻഡ് ഔട്ട് എനി അതർ കൺസേൺസ്. സോ ഡു യു ഹാവ് എനി അതർ കൺസേൺസ് എന്ന് ചോദിക്കുമ്പോൾ the patient will be asking you the next point. Yes, I am little concerned about my current situation. So I just don't know whether everything is working out. I feel really tired. So I'm little concerned about my current situation. So I'm going to reassure. ഈ reassure കാണുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് കേട്ടോ ഇത്. Whenever you see reassure, I can sense how much worried you are. If it gives you any piece of advice, if it gives you any peace of mind, advice a lot, any peace of mind, I assure you that your recovery is as expected and there is no cause for any concern. I'll tell you what we are going to do next. I'll check and redress the wound, and after that I will check your vital signs, and then I will also arrange for a doctor's appointment as a precautionary step. So I hope everything is clear to you. With your permission, can I have your wound checked?
and redressed. With your permission, can I have your wound checked and redressed? Patient will, yeah, that's okay, that's fine with me. But thank you for your cooperation. So I'll start with your assessment എന്ന് പറയുമ്പോൾ യുവർ എൻറ്റയർ റോൾ പ്ലേ ഈസ് ഡൺ. ദിസ് ഈസ് ഹൗ വി വിൽ സ്റ്റോപ്പ് ഇറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു ഓർഗനൈസേഷൻ. സോ ഐ ഹോപ്പ് യു ഗൈസ് ഗോട്ട് എ പിക്ചർ അബൌട്ട് ദിസ്. ഈ ഒരു ടാസ്കിൻ്റെ നേച്ചറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഇതിനൊരു പാറ്റേൺ ഉണ്ട് അല്ലേ. അതായത് ഓരോ ടാസ്കിലും ഇൻഫർമേഷൻ ഗ്യാതറിങ്ങുമുണ്ട്, ഇൻഫർമേഷൻ ഗിവിങ്ങുമുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പൊക്കെ വരുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു സൈൻ പോസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടു പോകുന്നുണ്ടെങ്കിലാണ് നിങ്ങളുടെ സ്കോറിനെ അത് അഫക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിട്ടു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സംസാരിച്ച് പോകാനായിട്ട്. സോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡു നോട്ട് വറി സോ മച്ച് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ആൻഡ് യു ഗൈസ് ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ഹൗ ദിസ് കാർഡ് ക്യാൻ ബി ഡൺ. അപ്പോൾ നാളെ വെനസ്ഡേയിൽ നമുക്ക് മോക്ക് ടെസ്റ്റ് പ്രസൻറ്റേഷൻ കൂടി ഉണ്ടാവുന്നതായിരിക്കും. നാളെ നമുക്ക് ട്യൂസ്ഡേയിലും വെനസ്ഡേയിലുമാണ് നമ്മുടെ ലൈവ് സെഗ്മെൻറ്റ്സ് വരുന്നത്. ട്യൂസ്ഡേയ്സിൽ ഇതുപോലെ ഒരു കാർഡായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഓൺ വെനസ്ഡേ ഐ വിൽ ബി കമ്മിങ് വിത്ത് അനദർ ട്രെയിനർ ആൻഡ് വിൽ ബി ഡൂയിങ് എ കാർഡ് ലൈവ്. ഇതുപോലെ ലൈവിൽ നമ്മൾ ആ കാർഡ് ചെയ്ത് കാണിക്കും. അതിനുശേഷം എങ്ങനെയൊക്കെയാണ് ആ കാർഡിന് ഞങ്ങൾ 2 പേരുണ്ടല്ലോ, അപ്പോൾ 2 രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യെസ്, ഐ വിൽ ബി സീയിങ് യു ഗൈസ് ടുമോറോ അറ്റ് ദ സെയിം ടൈം 5:30 PM. Until then, take care. Good night.